സോ ഹലോ ഗൈസ്, ലിറ്റിൽ ഗെയിമറിൻ്റെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇന്ന് നമ്മൾ ഒരു ഹാപ്പി ഡേ എന്നല്ല, നമ്മളൊരു സെഡ് ഡേ ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഷിൻചാൻ ഏലിയൻസ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഗൈസ് ഇത്. അപ്പോൾ വീഡിയോക്ക് നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ അടിച്ചെടുക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, നമ്മൾ ഷിൻചാൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ ടോണി ഷാർക്കിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടോണി ഷാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വീട്ടിലേക്ക് എനിക്ക് എന്താണ് ഞാൻ സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമുക്ക് ഡ്രസ്സ് മാറ്റിയാണ് നമുക്ക് നമ്മളെ ടോണി ഷാർക്കിൻ്റെ അടുത്തൊക്കെ പോവുക ഗൈസ്. ഓക്കെ, നമുക്ക് ഇപ്പം നേരെ നമുക്ക് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിങ്ങാണ്ട് നമുക്ക് നമ്മുടെ ടോണി ഷാർക്കിൻ്റെ അടുത്ത് പോകാം. നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് മാറിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ നമ്മളെ വണ്ടി എടുത്തുങ്ങാണ്ട് നമുക്ക് നമ്മളെ ടോണി ഷാർക്കിൻ്റെ അടുത്ത് പോവുക ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി എന്തായാലും നമുക്ക് നേരെ ടോണി ഷാർക്കിൻ്റെ അടുത്ത് കിട്ടിയത് കാണാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടിലായി മാത്രമുള്ള ഗൈസ് നമ്മളെ ഷിൻചാനെ രക്ഷിക്കാൻ കഴിയുക, പിന്നെ നല്ല വീഡിയോസൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് നമ്മളെ ടോണി ഷാർക്കിൻ്റെ അടുത്ത് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ ഫൈനലി നമ്മളെ ടോണി ഷാർക്കിൻ്റെ വീട്ടിൽ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മളെ വണ്ടി ഇവിടെ ജസ്റ്റ് പാർക്ക് ചെയ്ത് നമ്മൾ ടോണി ഷാർക്കിനോട് കുറച്ച് വർത്തമാനം പറയാം. ടോണി ഷാർക്ക് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. ടോണി ഷാർക്കേ, ആടാ നീ വന്നോ? ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്തായാലും ഞാൻ നിന്റെ കയ്യിലൊരു സാധനം അത് വെച്ചിങ്ങനെ നമുക്ക് ഷിൻചാനെ ഈസിയായി നമ്മൾ കണ്ടെടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു ഏലിയൻസിനോട് കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു ഉണ്ടാക്കുന്നത്, അത് ഞാൻ നിനക്ക് തരാം. അതുകൊണ്ട് നീ ഷിൻചാനെ പോയി രക്ഷിച്ചു വാ. ആണ് ടോണി ഷാർക്ക് എന്നതൊക്കെ പെട്ടെന്ന് ഞാൻ എന്തായാലും ഷിൻചാനെ പോയി രക്ഷിക്കട്ടെ. ആടാ ഫ്രാങ്ക്ലിൻ, അത് നീ വെച്ചോ. ഞാൻ എന്തായാലും എനിക്ക് വേറും കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും പോട്ടെ. ഓക്കെ ടോണി ഷാർക്കേ. ഓക്കെ ഗൈസ്, നമ്മളെ ടോണി ഷാർക്ക് നമുക്കൊരു സാധനമൊക്കെ തന്നിട്ടുണ്ട് എൻ്റെ ഏലിയൻസിനോട് കോണ്ടാക്ട് ചെയ്യാണ് ഗൈസ്. അതിന് മുമ്പ് നമുക്ക് നമ്മളെ മൈക്കിളിനെ വിളിച്ചുങ്ങാടി നമുക്കൊരു ഒരു റോക്കറ്റ് പ്ലെയിൻ നമുക്ക് സെറ്റാക്കാം ഗൈസ്. എന്തായാലും വിളിക്കട്ടെ. എടാ മൈക്കിള്, ഷിൻചാൻ രക്ഷിക്കാൻ പറയുകയാണ് നീ പെട്ടെന്നൊരു പ്ലെയിൻ റോക്കറ്റ് ഉണ്ടാക്കി വെക്കിട്ടു. കുറച്ച് വലിയ തന്നെ വേണം. ഓക്കെ ഫ്രാങ്ക്ലിൻ, ഞാൻ എന്തായാലും അത് സെറ്റ് ചെയ്ത് വെക്കാം പോലെ. ശരി, ഞാൻ എന്തായാലും ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. നീ എല്ലാതും സെറ്റ് ചെയ്ത് വെക്കിട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ മൈക്കിളിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ വണ്ടി എടുത്ത് നേരെ നമ്മളെ എയർപോർട്ടിലേക്ക് പോവാം ഗൈസ്. ഓക്കെ, നമുക്ക് നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ നമ്മളെ എയർപോർട്ടിലേക്ക് എത്തിക്കാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് തീരുമാനിച്ചാൽ ഗൈസ്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് എയർപോർട്ടിലേക്ക് ചെന്നിട്ട് കാണാം ഗൈസ്. എയർപോർട്ടിൽ ചെന്നിട്ട് വേണം ഗൈസ് നമ്മൾ ഷിൻചാനെ രക്ഷിക്കാനൊക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ പ്ലെയിനാണ് ഇവിടെ മുമ്പിൽ കിടക്കുന്നത്. ഈ വലിയ പ്ലെയിനിൽ നമ്മൾ പോകണേ. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വട്ടം നമ്മൾ പോയപ്പോൾ തന്നെ നമ്മൾ മറ്റേ പ്ലെയിനിൽ കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെയാണ് ഗൈസ് നമ്മൾ ഈ പ്ലെയിനിൽ തന്നെ എടുക്കുന്നത് ഗൈസ്. മറ്റേതിൽ പോയപ്പോൾ ഫുൾ ഡാമേജ് ആയിരുന്നു ഗൈസ്. പിന്നെ ഇങ്ങോട്ട് വരാൻ തന്നെ എനിക്ക് കുറേ ടൈം എടുത്തു ഗൈസ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഗൈസ് ഞാൻ ഈ പ്ലെയിൻ തന്നെ ബുക്ക് ചെയ്തത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മളെ ഈ പ്ലെയിൻ എടുത്തുകൊണ്ട് നേരെ നമുക്ക് നമ്മളെ മൂണിലേക്ക് പോകാണ്. സോറി ഗൈസ്, പ്ലെയിൻ അല്ല ഗൈസ്, നമ്മളെ റോക്കറ്റ് പ്ലെയിൻ ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമുക്ക് നമ്മളെ മൂണിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളെ പ്ലെയിൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പ്ലെയിൻ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ നമ്മളെ മൂണിലേക്ക് ചെന്നിട്ട് കാണാം ഗൈസ്. എന്താ നമുക്ക് നമ്മൾ ഷിൻചാൻ രക്ഷിക്കണം ഗൈസ്. ഷിൻചാന് എന്ത് സംഭവിച്ചു, എന്താണ് ഉണ്ടായതൊന്നും നമുക്ക് അറിയത്തില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഗണ്ണും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ നമുക്ക് നമ്മളെ ഷിൻചാനെ പോയി രക്ഷിക്കണം ഗൈസ്. ബുള്ളറ്റും കാര്യങ്ങളൊക്കെ നിറച്ച് എൻ്റെ കയ്യിലുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമുക്ക് സ്പേസ് ഷൂട്ടൊക്കെ ഇട്ട് ഞാൻ പോകണം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നേരെ നമുക്ക് നമ്മളെ മൂണിലേക്ക് പോവാം. ഫൈനലി ഗൈസ് നമ്മളെ മൂണിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിറച്ച് ഏലിയൻസ് ഉണ്ടല്ലോ, കാണാനില്ലല്ലോ. ഓക്കെ, ഇതാ ഏലിയൻസ് ഇട്ടുണ്ട് ഗൈസ്. നിന്റെ കഥ തീർന്നടാ, മതിയാൾക്ക് പറഞ്ഞ ഷിൻചാൻ എവിടെടാ ജന്തുക്കളെ പറഞ്ഞാ. ഇവളെ കൊണ്ട് പറഞ്ഞാൽ തീരൂല ഗൈസ്. നമുക്ക് നമ്മളെ മറ്റേ സംഭവം എടുത്തുങ്ങാണ്ട് ഇവളോട് കോണ്ടാക്ട് ചെയ്തൊക്കെ അതേപോലെ ഒന്ന് താഴത്തെ ചവടങ്ങളൊക്കെ കൊല്ല്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മളെ സംഭവം എടുത്തുങ്ങാണ്ട് ഇവിടെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ ഗൈസ്. എടാ ഷിൻചാൻ എവിടെടാ പറയടാ. എടാ പറടാ, ബാക്കി എന്താ സംഭവിച്ചത്? സാറാ ഇവൻ ചത്തുപോയിന്നാണ് തോന്നുന്നത് ഗൈസ്. എന്താണ് അറിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും ബാക്കിയുള്ള ഏലിയൻസോട് ചോദിച്ചോക്ക് ഗൈസ്. ഇനി ഉണ്ടാവും ഗൈസ് ഇവിടെ ഏലിയൻസ്. ഇതാ വരുന്നു വരിക്കാണ്ട് ഇവിടെ ഫുള്ളും കൊള്ളാൻ പറ്റില്ലല്ലോ ഗൈസ്. ഓ വെടിവെക്ക്. ഓ നോ ഗൈസ്, ഇവര് ഫുള്ളും നമ്മളെടുത്ത് അയ്യോ എടാ സത്യം പറയടാ, എവിടെടാ ഷിൻചാനി? അയ്യോ ഗൈസ്, ഇവര് വർത്തമാനം പറയാൻ തന്നെ ഒന്നും പറയുന്നില്ല ഗൈസ്. നമുക്ക് എന്തായാലും നമ്മളെ വിസൈൽ റോക്കറ്റ് ഇട്ടുങ്ങാണ്ട് വിടാം ഗൈസ്. നമ്മളെ വിസൈൽ റോഞ്ചർ ഇട്ടുങ്ങാണ്ട് പറയുന്ന വിസൈൽ ലോഞ്ചർ ഇട്ട് കൊല്ലാം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മളെ വിസൈൽ ലോഞ്ചർ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരത്തേക്ക് മാറും, അല്ലെങ്കിൽ നമ്മളും പടമാവും ഗൈസ്. ഓക്കെ, അടിക്കടാ
ചാവണം നിങ്ങൾ സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലില്ല. ഷിൻചാനോടെ പറഞ്ഞ വെറുതെ വരാം. മതിയാർക്ക് ഷിൻചാനോടെ പറഞ്ഞു ഗൈസ്. ഇവിടെ പറയുന്നത് തോന്നില്ല ഗൈസ് എനിക്ക്. നമുക്ക് എന്താ നേരെ പറഞ്ഞ മണ്ടാവും ഗൈസ്. ഇവിടെ വലിയൊരു ഷിൻചാൻ ഉണ്ടാവും ഇക്കാര്യം ഗൈസ്. ഷിൻചാൻ ശബ്ദല്ലേ? ഇതൊരു ഏലിയനല്ലേ? എടാ എവിടെടാ ഷിൻചാനോ? എടാ പറയടാ. എന്താണ് നീ ഷിൻചാനാണോന്നോ? എടാ ഷിൻചാനെ നീ എങ്ങനെയാ ഇങ്ങനെ ആയത്? ഷിൻചാനെ പെട്ടെന്ന് വായന രക്ഷിക്കാനായിട്ട് ഞങ്ങോട്ട് വന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് വന്ന് രക്ഷപ്പെടാം. നമുക്ക് അപ്പം നോക്കടാ, നീ വാ. സംബന്ധിച്ച് നമ്മളെ ഷിൻചാനും കൊണ്ട് ഞാൻ നേരെ നമുക്ക് നമ്മളെ പ്ലെയിനിൻ്റെ അടുത്തേക്ക് പോവാ കഴിച്ച് നമുക്ക് പറഞ്ഞ് രക്ഷപ്പെടാം കഴിച്ച്. ഇനി ഇവിടെ നിൽക്കണം നല്ലതല്ല കഴിച്ച്. നമ്മളെ ഷിൻചാൻ എങ്ങനെയെങ്കിലും പഴയ പോലെ ആക്കണം കഴിച്ച്. അപ്പോൾ അതിന് വേണ്ടിയാണ് നേരെ നമുക്ക് ഇവിടുന്ന് പോകാം കഴിച്ച്. നമ്മളെ ടോണി ഷാർക്കിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിച്ച കഴിച്ചിട്ട് ഷിൻചാൻ പെട്ടെന്ന് വാ. ഫൈനലി കഴിച്ചിട്ട് നമ്മളിത് നമ്മളെ പ്ലെയിനിലെത്തി കാണി നമ്മളെ സിറ്റിയിലെത്തിയിട്ടുണ്ട്. ഷിൻചാൻ അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അത് നമുക്ക് ടോണി ഷാർക്കിനോട് പറഞ്ഞാൽ ടോണി ഷാർക്ക് എന്തെങ്കിലും നമ്മളെ എന്താണ് പരിഹാരം കാണിച്ചു തരും. നമുക്ക് എന്തായാലും ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നമ്മളെ സിറ്റിയിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഗൈസ്. ഇനി നമ്മളെ ഷിൻചാൻ എങ്ങനെയും രക്ഷിക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അടുത്ത ലൈക്കിൽ ഞാൻ പോലെ പോസ്റ്റ് ചെയ്തായിരിക്കും. ബൈ ബൈ.